ഞാൻ ആദ്യമായി ഒരു കോൺസേർട്ടിന് പോയി. അത് ഒരു പരിപാടിക്ക് വന്നു. ആദ്യമായിട്ട് 25ാമത്തെ വയസ്സിൽ ഞാനൊരു കോൺസേർട്ടിന് പോയി. ആരുടെ ചാനിക്കേടെ ഒന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ വരുന്നുണ്ട്, അത് വേറെ വരുന്നുണ്ട്, അത് നമ്മൾ പൊളിക്കും, അത് ഉറപ്പല്ലേ. അതെന്റെ 2ാമത്തെ കോൺസേർട്ട് ആയിരിക്കും. ഞാൻ പോയത് ആരുടെ അല്ല, നമ്മുടെ സ്വന്തം ഹരിച്ചേട്ടന്റെ. അടിപൊളിയായിരുന്നു. ഉറപ്പായിട്ടും ഇവൻ എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് അവിടുത്തെ ചുമ്മാ ഇങ്ങനെ തീയിട്ടിട്ട് ഇങ്ങോട്ട് വരും. അത്രയും അങ്ങ് കത്തിച്ചു കളയാം. ഇപ്പൊ ഈ അടുത്ത് ബാംഗ്ലൂർ പോയിട്ട് അവിടെ ബാംഗ്ലൂർ നശിപ്പിച്ചിട്ട് വന്ന്. ബാംഗ്ലൂർ നശിപ്പിക്കല്ല, മതലിന്റെ അപ്പുറത്തുനിന്ന് അവിടെ ആൾക്കാരൊക്കെ എൻജോയ്. അല്ല, കാരണം ഒന്നാമത് എനിക്ക് ഭയങ്കര പ്രചോദനമാണ്. ഒറ്റയടിക്ക് നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു 3 മണിക്കൂർ ഷോ ഒറ്റയ്ക്ക് ഇവൻ ഒറ്റയ്ക്ക് ചെയ്യും. അത് ഒരു ഭയങ്കര, അത് ആ ഫസ്റ്റ് സോങ്ങിലുള്ള എനർജി ലാസ്റ്റ് സോങ് വരെ കീപ്പ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതൊരു ഭയങ്കര കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അടിപൊളി അളിയാ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിപ്പോ നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടല്ലോ, 3ാമതൊരാള് നമുക്ക് വരണമല്ലോ. അതൊക്കെ ഞാൻ വഴിയെ വിളിക്കാം, റൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ എന്തായാലും നിങ്ങൾ ആദ്യം സീറ്റിലേക്ക് പോയിരുന്നു. അപ്പോ നമ്മുടെ 2 ജഡ്ജസും എത്തിയിരിക്കുകയാണ്. ഇനി നമ്മളുടെ മൂന്നാമത്തെ ആളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഓരോ തവണ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അത് ആരാണെന്ന് അറിയാനായിട്ട്. അത് നീ ആയതുകൊണ്ടാണ്. ആരെയും കൊണ്ടായിരിക്കും വരാന്നുള്ളത് ഓർത്തിട്ടല്ലേ. എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് എനിക്കിങ്ങനെ നിങ്ങളുടെ അടുത്തുനിന്നൊക്കെ കഥകൾ കേൾക്കാൻ ഞാൻ ഇങ്ങനെ കൊതിച്ച് കാത്തിരിക്കുകയാണ്. ഓക്കെ, മലയാളത്തിന്റെ ക്ഷണക്കത്ത് സ്വീകരിച്ച് ചെന്നൈയിൽ നിന്നെത്തിയ സംഗീത സംവിധായകൻ ആരാ? നമുക്ക് മനസ്സിലായി. ഓഫ് കോഴ്സ്, വൺ ആൻഡ് ഓൺലി. ആരാ? വൺ ആൻഡ് ഓൺലി ശരത്തേട്ടൻ. യെസ്. അപ്പൊ നമ്മുടെ ശരത്തേട്ടനെ വളരെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശരത് സർ, സാറിന്റെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു വേദി അല്ലെങ്കിൽ ഈ ഒരു പേരൊന്നും ഒരിക്കലും ഒരു പുതുമയല്ല. ഒരിക്കലും അല്ല. കുറേ ഓർമ്മകളുണ്ട്. അത് മാത്രമല്ല, അമൃത ടി വി ആയിട്ട് പണ്ട് മുതലേ ഒരു പേഴ്സണൽ കണക്ട് ഉള്ള വ്യക്തിയാണ് ഞാൻ. കുറെ സന്തോഷം ഞങ്ങൾക്കും. ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞ് സൂപ്പർ സ്റ്റാറിന്റെ വീണ്ടും ഇത് തുടങ്ങി കഴിഞ്ഞപ്പോ ശരത് സാർ ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. നമ്മളുടെ കുട്ടികള്, നമ്മുടെ കുഞ്ഞുങ്ങള്, മക്കളെ എല്ലാവർക്കും ഹായ്. താങ്കളക്കാൻ കേട്ട നിങ്ങൾ പല മുഖങ്ങളും എനിക്ക് അറിയാവുന്നതാണ്. അത് നോ ഉടായ്പുകൾ, ഒരു വാർണിംഗ് ആണ് തീർച്ചയായിട്ടും. പിന്നെ ഈ 2 എണ്ണം അത് ലോക ഉടായ്പുകളാണ്. അത് അല്ലല്ല, 2 എന്റെ ചങ്കുകളാണ്. ബേസിക്കലി കള്ളന്മാരാണ്. എങ്കിലും ഷാനാണെങ്കിലും ഇപ്പൊ ഹരിയാണെങ്കിലും കുറെ സന്തോഷം അവരെ. ഇപ്പൊ ഈ അടുത്തും ഞങ്ങള് ഷാനെ കണ്ടില്ല, ഹരിയെ നമ്മളിപ്പോ അടുത്ത് കോഴിക്കോട് കണ്ടതാണ്. എനിക്കൊരു കാര്യം ഇപ്പം ഈ ഷാൻ പറഞ്ഞപ്പോഴേ, ഇവൻ ബാംഗ്ലൂരിൽ ഒരു പ്രോഗ്രാമിന് വന്നു. അവിടെ തീ കത്തിച്ചിട്ട് ഇവനാര് ഹനുമാനോ ലങ്ക കത്തിച്ചു. എന്തോന്നേ, ഞാനിത് എനിക്കറിയായിരുന്നു. ഇന്നലത്തെ എന്റെ ഉറക്കം പോയപ്പോഴേ വിചാരിച്ചു. ഞാൻ അത് പെട്ടെന്ന് ആലോചിച്ചില്ല, ലങ്ക പോയി കത്തിച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവൻ ഇടിപെട്ട് പാട്ടുകാരനാണ്, അതിനൊരു ഡൗട്ടും ഇല്ല. അവന്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. ഞാന് ഒരുപക്ഷെ ഇങ്ങനെ നിർത്തി പറയല്ല, എന്നാ ഇരിക്കാടെ. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ് ശരത്തേട്ടൻ. ലെജൻഡാണ് ആസ് എ സിംഗർ, മ്യൂസീഷ്യൻ, കമ്പോസർ. അതൊക്കെ വാക്കുകളില്ല, അത്രത്തോളം എനിക്ക് റെസ്പെക്ട് ഉള്ള ഒരു ആളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. സോ വി ആർ പ്രൗഡ് ടു ഹാവ് യു ഓൺ സൂപ്പർ സ്റ്റാർ. ഒരുപാട് സന്തോഷം ശരത്തേട്ടാ. നമ്മള് കമ്പോസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നന്നായിട്ട് കമ്പോസ് ചെയ്യണം. തുടങ്ങിയോ? അല്ല, അങ്ങനല്ലേ? അതെ, അതൊക്കെ തന്നെ. പക്ഷെ നമ്മളെല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും കമ്പോസേഴ്സിനും ഒരു വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ് ഈ നിൽക്കുന്ന ഈ മനുഷ്യൻ. ഈ 5 അടി 3 ഇഞ്ചുള്ള, അതെ, 5 അടി 3 ഇഞ്ചുള്ള ഈ മനുഷ്യൻ. അതായത് എന്താ പറയാ, എന്തോരം പാട്ടുകള് ഏതെങ്കിലും ഒന്നുണ്ടോടാ ഹിറ്റ് അല്ലാത്തത്? ഒന്നുമില്ല. എല്ലാം അന്യായ പാട്ടുകള്. അതിന്റെ ആ സമയത്ത് ഇദ്ദേഹം ചെയ്തു വെച്ച അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ കേൾക്കുമ്പോഴും ബ്രാൻഡ് ന്യൂ ആണ്. അതാണ് ശരത്തേട്ടൻ. താങ്ക് യു.
അപ്പൊ ശരത്തേട്ട നമ്മളെല്ലാവരുടെ സൈഡിൽ നിന്നും വെൽക്കം ടു സൂപ്പർ സ്റ്റാർ, വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ അങ്ങനെ പറയണം. താങ്ക് യു. ഓക്കെ, അപ്പോ ഇപ്പൊ ഷാനിക്ക പറഞ്ഞ പോലെ വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയണം. അപ്പൊ നമുക്ക് ഇനി വഴിയെ ഒരുപാട് കഥകളും കുട്ടികളുടെ പാട്ടും ഒക്കെ കഥയല്ല കഥ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ശരത്തേട്ടൻ കുറച്ച് പാടുപെടും. ഓക്കെ, അപ്പൊ ശരത് സാർ നമ്മുടെ കുട്ടികളെ സാർക്ക് വേണ്ടിട്ട് ഒരു ട്രിബ്യൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം. സാറിന്റെ സീറ്റ് ഇതാ അവിടെ പോയി കള്ളന്റെ പേരും കളന്റെ അടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ ശരത് സാർ? പിന്നെന്താ, പക്ഷേ പോകാമല്ലോ. പോണേന് മുന്നേ ചെറിയൊരു കൗതുകത്തിന്റെ പുറത്ത് ചോദിച്ചോട്ടെ. ഈ ശരത് സാർ, ഞാനിങ്ങനെ വന്നതിന് മുന്നേ ജസ്റ്റ് ഇങ്ങനെ വിക്കിപീഡിയ ഒക്കെ ഇങ്ങനെ നോക്കിയത്, ജസ്റ്റ് വെറുതെ. നല്ലതാ. പേരിൽ എന്താ 2 വന്നേക്കുന്നേ? അല്ല, ആ സമയത്തൊക്കെ കേരളത്തിൽ മഴ കുറവായിരുന്നു. ഇപ്പൊ എന്റെ പേരിലെങ്കിലും 6 ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പ്ലീസ്. അല്ല, ഞാനൊരു കാര്യം പറയാട്ടോ, അതിന്റെ സത്യാവസ്ഥ പറയാം. എന്റെ പേര് ഒറിജിനൽ നെയിം സുജിത്താണ്, സുജിത് വാസുദേവൻ. പേര് മാറ്റിയത് ഇല്ല, ഞാൻ ഹിസൈനസ് അബ്ദുള്ളയിലൊക്കെ പാടി ഞാൻ. അപ്പൊ ആ രാജാവിന് വേണ്ടി പാടിയേക്കുന്നത് ഞാനാ. അതിന് യോഗ്യനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാജാവിന് പാടാൻ അത് സുജിത്ത് തന്നെ രാജാവ് എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് അത് പാടിയതിന് ശേഷം എന്നാൽ ലാലേട്ടൻ്റെ പടം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം ഇനി മുഴുവൻ പാട്ടും മലയാള സിനിമയിൽ ഞാനായിരിക്കും. എങ്ങനെ മാനേജ് ചെയ്യും ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം ഇത്രയും പാട്ട് പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ടെൻഷനായിട്ട് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. എല്ലാവരും വിളിച്ചാലും ഞാൻ അങ്ങനെ പാടും. അപ്പൊ വേറെ ആരൊക്കെങ്കിലും നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കണം. അത് ആരൊക്കെ എന്നൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു. ഒരു മനുഷ്യൻ വിളിച്ചിട്ടില്ല ആയിരുന്നു ചെയ്ത്. അപ്പൊ ന്യൂമറോളജി വെച്ചിട്ട് മാറ്റിയതാണ് ഈ RR വന്നത്. എന്തായാലും അങ്ങനെ നമ്മൾ പേര് മാറ്റിയല്ലോ. മാറ്റിയതിന് ശേഷം എന്തൊക്കെയായിരുന്നു ലൈഫില്? മറ്റേനേക്കാളും സ്ലോ ആയിരുന്നു. ഇതെന്താ സുജിത്തായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പലവട്ടം. അങ്ങനെ ഞാൻ പലതവണ എന്റെ ബാത്റൂമിൽ കയറി ഇന്ന് കരഞ്ഞിട്ടുണ്ട്. കണ്ണാടി നോക്കി സുജിത്തേന്ന് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. നീ എവിടാ? അല്ല, എന്റെ കൂടെ പഠിച്ച ചിലരൊക്കെ ഇപ്പോഴും എന്നെ സുജിത്ത് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഒരു മഹസും ഷാ ഉണ്ട് ബഹറില്, അവൻ സുജിത്ത് എന്നേ വിളിക്കും, അവന് ശരത്ത് എന്ന് വിളിക്കത്തില്ല. പിന്നെ എന്നെ തേച്ചിട്ട് പോയ 1-2 പെൺകുട്ടികൾ, അവരും എന്നെ സുജിത്ത് എന്നാ വിളിക്കുന്നത്. അല്ല, അവള് സത്യം പറയാമല്ലോ, അവര് സുജിത്ത് ഏട്ടാ ഒന്നുമില്ല, അത് മാത്രം. തേച്ചിട്ട് എന്തോ നേട്ടാ. ഏട്ടനൊന്നും വേണ്ട, സുജിത്ത് മതി.